അപ്പോൾ ഈ ടെക്നിക്കിനെ നമ്മൾ പറയുന്നത് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്നാണ്. അപ്പോൾ എന്താണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്? ഒരു മരത്തിൻ്റെ ബാർക്ക് തൊലി, ഈ തൊലിയുടെ അകത്ത് നമ്മൾ സയോൺ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ടെക്നിക്സിനാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ചെറിയ മാവിൽ അല്ലെങ്കിൽ ചെറിയ ഏത് പ്ലാന്റ്സിലും വലിയ പ്ലാന്റ്സിലും എത്ര വലിയ പ്ലാന്റ്സിലും നമ്മൾ പ്ലാന്റ് കട്ട് ചെയ്ത സെയിം ഡേ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇതിപ്പോൾ രഞ്ജിത്ത് ഇവിടെ വന്ന് ശ്രദ്ധിച്ചാൽ കാണുന്നുണ്ടാവും, ഈ ഒരു തൊലിയാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഈ തൊലിയുടെ അടിയിലിരിക്കുന്ന പാർട്ടാണ് കാമ്പിയം. ഇവിടെയാണ് ഏതൊരു ഗ്രാഫ്റ്റിലും ഈ ഗ്രാഫ്റ്റ് യൂണിയൻ ആവുന്നത്. എന്ന് വെച്ചാൽ ഗ്രാഫ്റ്റ് പിടിക്കുന്ന ഈ മേഖലയാണ് ഈ കാമ്പിയം. അപ്പോൾ ഈ ബാർക്കിൻ്റെ ഈ പാർട്ട് അടത്തി അതിലേക്ക് നമ്മൾ കമ്പ് വെച്ച് പിടിപ്പിക്കുന്ന ഈ ഒരു വിദ്യയാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ബെങ്ങനപ്പള്ളി മാവാണ്. ഇത് നാട്ടിൽ നിന്ന് കൃഷിഭവൻ എവിടുന്ന് വാങ്ങിച്ച മാവാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത മാവ് കായ്ക്കുന്നുണ്ട്, തീരെ ക്വാളിറ്റി ഇല്ല, നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ഇനത്തിലേക്കും ഇതിനെ മാറ്റിയെടുക്കാം. അത് ഒരു വെറൈറ്റി ആക്കാം, 10 വെറൈറ്റി ആക്കാം, 20 വെറൈറ്റി ആക്കാം. അത് നമ്മൾ എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം ഒരു 5 to 6 വെറൈറ്റിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 വെറൈറ്റി ഇതിൽ പിടിച്ചു. ഇനി ഇതുപോലെ വരുന്ന കമ്പിൽ നമ്മൾ നോർമലായിട്ടുള്ള വി ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ രഞ്ജിത്തിന് കാണാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ മുറിച്ചിട്ടേക്കാണ്. ഇനി പുതിയ ഷൂട്ട് കൂടുതൽ ബ്രാഞ്ചസ് വരാനുള്ള. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്തും ഇതിൻ്റെ റിസൾട്ടും. നമുക്ക് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാങ്ങയോ അത് പ്ലാവോ റംബൂട്ടാനോ ജാതിയോ ഏതൊരു ഇനത്തിലേക്കും ഇതിനെ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാം.